മദ്യനയ അഴിമതിയിലെ മുഴുവൻ പണവും ലഭിച്ചത് BJPക്കാണെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അതിഷി. കേസിലെ മാപ്പുസാക്ഷി ശരത്ചന്ദ്ര റെഡ്ഡി 34 കോടി രൂപയാണ് നൽകിയത്. ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി BJPക്ക് പണം നൽകിയ ആളാണ് മാപ്പുസാക്ഷി. പണം വാങ്ങിയതിന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയെ അറസ്റ്റ് ചെയ്യണമെന്നും അതിഷി പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹി ഷഹീദ് പാർക്കിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം നിതിൻ അംബുജനിലേക്ക്. ഇതിലേക്ക് എത്താം. അതിനു മുമ്പ് ബൽറാമിലേക്ക്. ബൽറാം, ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ഷഹീദ് പാർക്കിൽ. എന്താണ് പ്രധാനമായും പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്? ഇതിൽ ഏത് രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? പ്രജിൻ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഡൽഹിയിൽ ശക്തമായ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നലെ ഡൽഹിയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ITOയിൽ മണിക്കൂറുകളോളം ഉണ്ടായി. കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടുന്ന തീരുമാനം കോടതിയിൽ നിന്നും ഇന്നലെ രാത്രി ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഷഹീദ് പാർക്കിൽ, ഡൽഹിയിലെ രക്തസാക്ഷികളുടെ സ്മാരകമായി പാർക്കായ ഷഹീദ് പാർക്കിൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിനായി ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളിലെ നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കൊപ്പം തന്നെ അണിചേരും. കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും അല്പസമയത്തിനകം ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തും എന്നാണ് നിലവിൽ ആം ആദ്മി പാർട്ടി അറിയിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്താനും ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കാരണം ഈ പ്രതിഷേധം കെജ്രിവാളിന് എതിരായ നടപടി അത് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ BJPയുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രചരണം. ഇന്ത്യ മുന്നണിയും ഇത് മുൻനിർത്തിയുള്ള പ്രചരണവും പ്രതിഷേധവുമാകും വരും ദിവസങ്ങളിൽ നടത്തുക. പ്രധാനമായും ഈ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിൻ്റെ ഹർജി കോടതിയിൽ പരിഗണനയിലിരിക്കെ അദ്ദേഹത്തെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഇലക്ട്രോറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്ത് വന്ന BJPക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് അത്തരത്തിൽ രാത്രി ധൃതി പിടിച്ച് ED സംഘം കെജ്രിവാളിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് ആണ് ആം ആദ്മിയുടെ പ്രചരണം. ഇത് തന്നെ ഒരു പ്രചരണ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ പ്രചരണം കൂടുതൽ ശക്തമായി ഈ പുറത്തു വന്ന ഇലക്ട്രോറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ അടക്കമുള്ളവ പുറത്തുവിട്ട് അത് ആയുധമാക്കി പ്രചരണം നടത്താൻ ആണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യ പ്രതിഷേധമാണ് ഇന്ന് ഷഹീദ് പാർക്കിൽ നടക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഈ മാസം 26-ന്, അതായത് വരുന്ന ചൊവ്വാഴ്ച, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കും പ്രതിഷേധ മാർച്ച് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാനമായി രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രചരണം ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു ആദ്യ പ്രതിഷേധ വേദിയായി മാറുകയാണ് ഷഹീദ് പാർക്ക്. ഇവിടേക്ക് നൂറുകണക്കിന് പേർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തും. ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ നേതാക്കളും ഷഹീദ് പാർക്കിലെ ഈ പ്രതിഷേധ വേദിയിൽ അണിചേരും. എന്തായാലും ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യമായി മാറുന്നത്. ഇത് പ്രധാനപ്പെട്ട വിഷയമാക്കി മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യവും തീരുമാനിക്കുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയൊരു വിഷയം ഉയർന്നു വരുന്നു. അതിൽ ചൂടിലെ ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു.